മുനമ്പം ഹാർബറിന്റെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുനമ്പം ഹാർബറിലെ സംഘടനകൾ രംഗത്ത്. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിംഗ്സ്, നോർത്ത് പറവൂർ. രാജ്യത്തെ പ്രഥമ മാതൃകാ ഫിഷിംഗ് ഹാർബറായ മുനമ്പം ഹാർബറിന്റെ നവീകരണത്തിനു വേണ്ട ഫണ്ട് അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുന്നതിനായി കേരള സർക്കാരിന്റെ ശുപാർശ സഹിതമുള്ള വിശദമായ പദ്ധതിരേഖ വേണ്ടിവരുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഹൈബീഡൻ MP-യെ രേഖാമൂലം അറിയിച്ചു. 169.17 കോടി രൂപ ചെലവിൽ നടന്നുവരുന്ന തോപ്പുംപൊടി മത്സ്യബന്ധന തുറമുഖ ആധുനീകരണ പദ്ധതിയുടെ മാതൃകയിൽ മുനമ്പം മത്സ്യബന്ധന തുറമുഖത്തെയും നവീകരിക്കാൻ നടപടി വേണമെന്ന് കേന്ദ്രമന്ത്രിയോട് ഹൈബീഡൻ MP ആവശ്യപ്പെട്ടിരുന്നു. ഫിഷറീസ് വകുപ്പ് എത്രയും വേഗം വിശദമായ ശുപാർശയും പദ്ധതിരേഖയും സമർപ്പിക്കണമെന്നാണ് മുനമ്പം ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KB രാജീവ്, മുനമ്പം ട്രോൾനെറ്റ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി PP ഗിരീഷ്, മുനമ്പം സീഫുഡ് ട്രേഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി PS ഷൈൻ കുമാർ, ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ മുനമ്പം യൂണിറ്റ് പ്രസിഡന്റ് AR ബിജുകുമാർ എന്നിവർ ആവശ്യപ്പെടുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് ഹാർബറുകളിലൊക്കെ പുരോഗതിയിലേക്ക് വന്നിട്ടും തോപ്പുംപടി ഹാർബറിലൊക്കെ കോടികൾ മുടക്കിയാണ് ഇപ്പോൾ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഫണ്ട് മുഴുവൻ സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ അറ്റത്തിലേക്കാണ് പോകുന്നത്. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെയുള്ള ഫണ്ട് തന്നെ ഇവിടുത്തെ അറ്റകുറ്റപ്പണിയൊന്നും മര്യാദക്ക് നടത്തുന്നില്ല. നിർമ്മിതിനെ ഏൽപ്പിച്ച പല പ്രാവശ്യങ്ങൾ നടക്കാതിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥിതി കണ്ടാലറിയാം, ഇവിടെ വളരെ മോശമായ രീതിയിൽ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനകത്ത് ബന്ധപ്പെട്ടുകൊണ്ട് MP മുഖാന്തരം ഈ സാധനം കേന്ദ്ര ഗവൺമെൻറ്റിൽ അവതരിപ്പിച്ച് ഈ സാധനം ഫണ്ട് ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഫണ്ട് മേടിച്ചെടുത്താൽ ഈ ഹാർബർ മാതൃക ഹാർബറായിരുന്ന അതിലും ഭംഗിയായ രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കുടിവെള്ളം, ബോട്ട് ബർത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം വളരെ അപര്യാപ്തമാണ്. അപ്പോൾ ഈ തുടങ്ങാനായിട്ട് ഇനി ഏകദേശം ഒരു 20-25 ദിവസങ്ങളുള്ളൂ. ഈ ലേലകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇവിടുത്തെ പോരായ്മകൾ എന്താണെന്നുള്ളത്. അപ്പോൾ സത്യമായിട്ട് MP-യും അല്ലെങ്കിൽ MPD-യെയും ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2 പതിറ്റാണ്ട് മുമ്പ് മാതൃകാ ഫിഷിംഗ് ഹാർബറായി പ്രഖ്യാപിച്ച മുനമ്പത്തിന് പിന്നീടെന്നും അവഗണനയായിരുന്നുവെന്ന് ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KB രാജീവ് പറയുന്നു. യൂറോപ്യൻ കൺട്രികളിൽ നിന്നുള്ള മുനമ്പം ഹാർബറിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വിസിറ്റിങ്ങിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അടച്ചുറപ്പുള്ളത് ചിൽഡ് ഹാളാക്കണമെന്ന് ഉള്ള ഇതാണ് അവരെ വിസിറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ലാൻഡിങ് സെൻ്ററല്ല, ഇതൊരു ഹാർബറാണ്. ഹാർബറായതിൻ്റെ പേരിൽ അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായം അവർ MPD, അതുപോലെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി JD മുതലായവരെ അറിയിച്ചിട്ടുള്ളതും അതുപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നീങ്ങുന്നില്ല. ഹാർബറിൽ നിന്ന് കിട്ടുന്ന കോടികളുടെ വരുമാനം ഇവിടുത്തെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഹാർബറിൽ 4ാമതായി ഒരു ബർത്തും ലേലഹാളും കൂടി സ്ഥാപിക്കണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മത്സ്യവിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഹാർബർ സന്ദർശിച്ചപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം 1ാമത്തെ ലേലഹാൾ അടച്ചുകെട്ടുകയും ശീതീകരിക്കുകയും വേണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ പദ്ധതിരേഖ സമർപ്പിക്കുമ്പോൾ ഇക്കാര്യം കൂടി പരിഗണിക്കണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആവശ്യപ്പെട്ടു.